ഹായ് എവ്രി വൺ. CMA ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതാൻ പോകുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യനാണ്, എങ്ങനെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാം, എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം, മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയാണ്, അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാവരുടെയും മൈൻഡിലുള്ളതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഈ 100% ഒക്കെ പഠിച്ചിട്ട് എക്സാമിന് പോവുക, അത് തലേ ദിവസം റിവിഷൻ ചെയ്ത് തീർക്കുക, അതൊക്കെ വലിയ ടാസ്ക്കാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എക്സാമിന് ഒരു മാസമോ അല്ലെങ്കിൽ ഒരു 10-20 ദിവസം മുമ്പ് വരണം. മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്താണെന്നുള്ളത്, എങ്ങനെ നമുക്ക് പാസ്സാവാം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരുമോ എന്നൊക്കെ ഉള്ളത്. സോ അപ്പോൾ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ അതാണ്. സോ അതിൻ്റെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന മാക്സിമം ഹെൽപ്പ് കഴിഞ്ഞ അറ്റംപ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ അത് കുറച്ചുകൂടി മുന്നേ സ്റ്റാർട്ട് ചെയ്യണം, എല്ലാവർക്കും മാക്സിമം ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യണം എന്ന് വെച്ചിട്ട് നമ്മൾ സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബോത്ത് ഗ്രൂപ്പിനും സിംഗിൾ ഗ്രൂപ്പിനും ഒക്കെ ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ എക്സാം റിസൾട്ട് February 11 വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം February 15 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ബാച്ച് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഫർദറായിട്ട് ഇടാം. ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന സെഷനകത്ത് നമ്മൾ 85% ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ക്ലാസ്സും അതിൻ്റെ നോട്ടും അതിൻ്റെ ടെസ്റ്റ് പേപ്പേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും MTPയും എല്ലാം ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇതുവരെയും അത് നല്ല രീതിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അത്രയും എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകണം, അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത്, ഈ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ ഏരിയാസാണ് നോക്കേണ്ടത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്, ഏതൊക്കെ പഠിച്ചാൽ എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്കാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ജൂണിൽ എക്സാം എഴുതുന്ന ഫ്രണ്ട്സിനൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഇന്ന് പറയുന്നത് അക്കൗണ്ട്സ് എന്ന് പറയുന്ന പേപ്പർ 2 ആണ്. അപ്പോൾ ഈ പേപ്പറിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിലെ 2ാമത്തെ പേപ്പറാണ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ ഒരു പേപ്പറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് പറയുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഓരോ സബ്ജക്റ്റുകളുടെയും വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്യും, നിങ്ങളെല്ലാവരും കാണാം. ഓക്കെ, ബോത്ത് ഗ്രൂപ്പൊക്കെ എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ച് സിംഗിൾ ഗ്രൂപ്പായാലും ബോത്ത് ഗ്രൂപ്പായാലും എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഞാനിത് ലാസ്റ്റ് മിനിറ്റിൽ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇനി നോക്കുകയാണെങ്കിൽ ഏകദേശം എങ്ങനെ പോയാലും ഒരു 3 to 3.5 months ഉണ്ട് നമുക്കിനി എക്സാമിന്. അപ്പോൾ ഒരു 3-3.5 മാസം ഉള്ളപ്പോൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം ഇപ്പോഴേ പ്രിപ്പറേഷൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റൂ എക്സാം. ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ കിടന്നിട്ട് നെർവസ് ആയിട്ടോ ടെൻഷനായിട്ടോ ഒരു കാര്യമില്ല, നമ്മുടെ പ്രിപ്പറേഷൻ മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. സോ അത്രയും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു സ്റ്റഡി സെഷൻ കണ്ടക്ട് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഓരോ സബ്ജക്റ്റിനും എങ്ങനെയാണ് വെയിറ്റേജസ് എന്നൊക്കെ നോക്കി ഈ ഒരു വീഡിയോ ചെയ്യുന്നതും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നിട്ടേന്ന് വെച്ചിട്ടാണ്. കാരണം അതിൻ്റെ റിക്വയർമെൻറ്റുള്ള ഒരുപാട് പേരുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. എനിക്ക് ഷുവറാണ് നിങ്ങൾക്കൊരു ഐഡിയ, അക്കൗണ്ട്സിനെ പറ്റിയിട്ട് തന്നെ ഒരു ഐഡിയ ഇതിൽ നിന്ന് കിട്ടും. എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം, എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കണം എന്നുള്ളത് ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കിട്ടും. ഇത് നിങ്ങൾ ബേസ് ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട്സ് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഓരോരോ സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഫർദറായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും വീഡിയോ കാണുക. ഞാൻ കൂടുതൽ ലെങ്തി ആക്കുന്നില്ല, കാര്യങ്ങളിലേക്ക് വരികയാണ്. ഇവിടെ ഞാൻ ഒരിക്കലും 100%നെ പറ്റി പറയുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, കാരണം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നൊരു കാര്യമാണ്, സിലബസ് എന്തിനാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നേക്കുന്നത്, മുഴുവൻ പഠിക്കാൻ തന്നെയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല, മുഴുവൻ പഠിക്കാൻ തന്നെയാണ് തന്നേക്കുന്നത്. പക്ഷേ എക്സാമിൻ്റെ തലേന്ന് ഇപ്പോൾ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവരെ സംബന്ധിച്ച് കണ്ടിന്യൂസ് ആണ് എക്സാമിൻ്റെ തലേന്ന് ഈ ഒരു എൻറ്റയർ സിലബസ് റിവിഷൻ ചെയ്ത് തീർക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യുകയും വേണം. ആ സമയത്ത് നെർവസ് ആയിട്ടോ ടെൻഷനായിട്ടോ ഒരു കാര്യമില്ല. ആ സമയം പ്രൊഡക്റ്റീവ് ആണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് എക്സാം എഫക്റ്റീവ് ആക്കാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ യൂഷ്വലി പ്രിഫർ ചെയ്യുന്ന കാര്യം, നിങ്ങൾ ഈ 100%ഉം ഓടി നടന്ന് പഠിച്ചിട്ട് കാര്യമില്ല, പഠിക്കുന്ന ഏരിയയിൽ ക്ലാരിറ്റി വേണം. ഇപ്പോൾ നിങ്ങളൊരു ചാപ്റ്റർ എടുത്തു നിൽക്കുക, 5 ചാപ്റ്റർ ഓടി നടന്ന് അവിടെ ഇവിടെ നോക്കുന്നതിനേക്കാളും ബെറ്റർ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ക്ലിയർ ആക്കുന്നതാണ് എന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പലരും പറയും അങ്ങനെയല്ല, ഇങ്ങനെ എല്ലാത്തിനും കൂടി നോക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ക്ലിയർ ആക്കി പഠിച്ചു പോയാൽ അതിൽ നിന്ന് പിന്നെ എന്തിനി വന്നാലും നമുക്ക് ഷുവറായിട്ട് എഴുതിയെടുക്കാൻ
എടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യും, നിങ്ങൾ 100% പഠിച്ചിട്ട് എക്സാമിന് പോകണമെന്ന് ഞാൻ പറയില്ല. ഞാൻ പറയും നിങ്ങൾ 85% പഠിക്കുക, അത് പക്ക ക്ലിയർ ചെയ്യുക. അതിനകത്ത് പിന്നെ നിങ്ങൾക്ക് എന്ത് വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ പിന്നെ എക്സാം നല്ലതായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നമ്മൾ 85% പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് 120 മാർക്ക് 120 മാർക്കാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആ 100 മാർക്സും ഷുവറായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് 80 മാർക്സ് കിട്ടുകയും ചെയ്യും, നിങ്ങൾ പക്ക പഠിക്കുകയാണെങ്കിൽ. ഇനി പോട്ടെ, അത്രയും കിട്ടിയില്ലെങ്കിലും പോട്ടെ, നമുക്കൊരു 60 to 70 ഇടയിലെങ്കിലും കിട്ടും നല്ലതായിട്ട് പഠിക്കുകയാണെങ്കിൽ. ഒരു ക്ലിയർ ആയിട്ട് എടുക്കുന്ന ടോപ്പിക്സ് ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് എല്ലാം അവിടെ ഇവിടെ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ചിലപ്പോൾ 40 to 50 അല്ലെങ്കിൽ 55 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ നിൽക്കും, ചിലപ്പോൾ പാസ് ആവത്തുകൂടിയില്ല. സോ അതുകൊണ്ട് ലക്ക് വെച്ച് കളിക്കരുത്. നമുക്ക് ലക്ക് വേണം, ശരിയാണ്, ലക്ക് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ എന്ന് കരുതി ലക്ക് മാത്രമാണ് ജസ്റ്റ് നോക്കിയിട്ട് പോകാം, ലക്ക് ഉണ്ടെങ്കിൽ പാസ്സാവട്ടെ, ആ രീതി ആ മൈൻഡ് സെറ്റ് ഫുള്ളായിട്ട് കളയാം. എന്നിട്ട് നമ്മൾ പഠിക്കുന്ന ഏരിയാസിൽ എങ്ങനെയാണോ നമ്മൾ ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റുന്നത് അത്രയും ക്ലിയർ ആക്കാം. അപ്പോൾ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ് കണ്ടക്ട് ചെയ്തത്. കാരണം വെച്ചാൽ 85% ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ കംപ്ലീറ്റ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ട്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും അല്ലാണ്ടും നിങ്ങൾക്ക് നോളജ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മാക്സിമം ആ ഒരു ഏരിയ ഫുള്ള് ക്വസ്റ്റ്യൻസൊക്കെ എല്ലാം കവർ ചെയ്താണ് പോകുന്നത്. അതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ ഇതാണ്. കാരണം നിങ്ങൾ എടുക്കുന്ന ഏരിയ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഷുവർ ആയിരിക്കണം. അതിൽ പിന്നെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന രീതിക്ക് വരരുത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ക്ലിയർ ആയിട്ട് 85% എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല നിങ്ങൾക്ക് 100% പഠിക്കണമെങ്കിൽ ഷുവർ ആയിട്ട് പഠിക്കാം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യും പഠിക്കുന്ന ഏരിയ ഈ 85 എടുത്തു കഴിഞ്ഞാൽ ആ 85 നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. അത് മാത്രമാണ് ഞാൻ പ്രിഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മൂവിങ് ഓൺ ടു ദി വീഡിയോ. നമ്മൾ ആദ്യം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഏതൊക്കെ അക്കൗണ്ട്സ് എന്ന് പറയുന്ന പേപ്പറിൽ ഏതൊക്കെ ടോപ്പിക്സാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാം, അതാണ് ശരിക്കും നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യം ഞാൻ പറയുന്നു, ഇത് 85% മാത്രമേ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളൂ. ബേസ്ഡ് ഓൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെയിറ്റേജ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓരോ ചാപ്റ്ററിനും ഇന്ന വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ ഞാൻ സെലക്ട് ചെയ്തതാണ്. ഞാൻ 4 തവണത്തെ, അതായത് ജൂൺ 2023, ഡിസംബർ 2023, ജൂൺ 2024, ഡിസംബർ 2024 സിലബസ് മാറിയിട്ട് 4 എക്സാംസ് ആണ് നടന്നത്. ആ 4 എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡീപ്പ് അനാലിസിസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ചാപ്റ്റേഴ്സ് ടോപ്പിക്സ് ഒക്കെ സെലക്ട് ചെയ്തേക്കുന്നത്. അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനോ അങ്ങനെയൊന്നുമല്ല. കാരണം നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും ഞാൻ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനോളം ഓരോ അറ്റംപ്റ്റിലും വന്നിട്ടുണ്ട് എന്ന് വരെ ഇത് കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ അത്രയും നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ് ആവും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഏറ്റവും ആദ്യം നമ്മൾ പറയുന്ന ബേസിക് ചാപ്റ്ററാണ് അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ച് ഇതിൽ എന്തൊക്കെ പഠിക്കാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് കുറച്ച് തിയറി കാര്യങ്ങൾ, കുറച്ച് കൺസെപ്റ്റ്, അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ പഠിക്കാണ്ട്, പിന്നെ ക്യാപിറ്റൽ റവന്യൂ ട്രാൻസാക്ഷൻസ് പഠിക്കാണ്ട്. അത് യൂഷ്വലി അങ്ങനെ വരാറില്ലെങ്കിലും ഒരു തവണ ഒരു അറ്റംപ്റ്റിൽ പ്രോബ്ലം പേപ്പറിൽ പ്രോബ്ലമായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്യാപിറ്റൽ റവന്യൂ ക്ലാസിഫൈ ചെയ്യാനും അതിൻ്റെ റീസൺ പറയാനും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ റെക്ടിഫിക്കേഷൻ, ഡിപ്രിസിയേഷൻ, BRS, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, ഇത് 4 മിക്ക അറ്റംപ്റ്റിലും വരുന്നതാണ്. മിക്ക അറ്റംപ്റ്റിലും വരും. ഒന്നുകിൽ ഇത് 3 അല്ലെങ്കിൽ ഇത് 3, അങ്ങനെ 3 വെച്ചിട്ട് എല്ലാ അറ്റംപ്റ്റിലും വരുന്നതാണ്. ഒരു അറ്റംപ്റ്റിലും സ്കിപ്പ് ചെയ്യില്ല. സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 15 മാർക്സാണ് കൊടുത്തേക്കുന്നത്. നോർമലി 15 അല്ല, 18 to 20 മാർക്സ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരും. ഞാൻ ആവറേജ് ഒരു 15 ഇട്ടു, ഷുവറായിട്ട് കിട്ടുന്നതാണ് 15 മാർക്ക്. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചാൽ ബേസിക്കാണ്. ഈ ബേസിക് ചാപ്റ്റർ അറിയാണ്ട് നമ്മൾ അക്കൗണ്ട്സ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ അടുത്ത് ഒരാൾ ഒരു ജേർണൽ എൻട്രി ചോദിച്ചാൽ, നമ്മുടെ അടുത്ത് ഒരാൾ ലെഡ്ജർ പോസ്റ്റിംഗ് ചോദിച്ചാൽ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് പാസ്സായി, പക്ഷേ ഇത് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നാണക്കേടാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വലിയ വെയിറ്റേജ് എന്ന് ഉള്ളതായത് ഇപ്പോൾ നിങ്ങൾ വലിയ മാർക്ക് കിട്ടുക അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഇത് ബേസിക് ആണ്, സ്കിപ്പ് ചെയ്താൽ തന്നെ ഒന്നുമില്ല. സോ ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. ആൻഡ് ഈ ചാപ്റ്റർ പഠിച്ചാൽ ഇതിൽ ഇത്രയും ടോപ്പിക്സാണ് പഠിക്കാനുള്ളത്. ഈ ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 15 മാർക്ക് ഷുവറായിട്ട് കിട്ടും. അതിൽ കൂടുതൽ വെയിറ്റേജ് ഉണ്ട് എങ്കിലും ഞാൻ നിങ്ങൾക്ക് ആവറേജ് 15 ഇട്ടതാണ്. ഈ 15 മാർക്ക് ഷുവറായിട്ട് കിട്ടും. കാരണം റെക്ടിഫിക്കേഷനിൽ നിന്ന് എപ്പോഴും പ്രോബ്ലം വരും, BRSയിൽ നിന്ന് എപ്പോഴും പ്രോബ്ലം വരും, ഡിപ്രിസിയേഷനിൽ നിന്ന് എപ്പോഴും പ്രോബ്ലം വരും, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് പ്രോബ്ലം വരും. സോ എല്ലാ അറ്റംപ്റ്റിലുള്ളതാണ്. പിന്നെ തിയറിയിൽ നിന്ന് നോർമലി ഇങ്ങനെ വരാറില്ല. വരണമെങ്കിലും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒഴിവാക്കിയിട്ട് ഒരു തിയറി ഇടും, അങ്ങനെയായിരിക്കും വരും. സോ ഈ ഒരു ചാപ്റ്റർ ആരും സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. 15 മാർക്സ് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്.
ഇൻഷുറൻസിനകത്ത് 2 കാര്യങ്ങൾ പഠിക്കണം. ലോസ് ഓഫ് സ്റ്റോക്കും ലോസ് ഓഫ് പ്രോഫിറ്റ്. 2 ലോസ് വരുമ്പോഴും എങ്ങനെയാണ് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നത് എന്നുള്ളത് പഠിക്കാണ്ട്. ആൻഡ് അതിൻ്റെ വെയിറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ജൂൺ 2023 8 മാർക്കിനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ഡിസംബറിൽ അത് 7 ആയി, പിന്നെ അടുത്ത് 2024 ജൂണിൽ 7 ആയി, പിന്നെ ഡിസംബറിൽ ഇതായി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയായാലും 7 മാർക്ക് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ലോസ് ഓഫ് സ്റ്റോക്ക് ആവാം, ലോസ് ഓഫ് പ്രോഫിറ്റ് ആവാം. സോ 2 മെത്തേഡ്സേ ഉള്ളൂ. ആ 2 മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടും. ആൻഡ് ഇതിൻ്റെ എപ്പോഴും എനിക്ക് ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ടെക്സ്റ്റിൽ ചിലപ്പോൾ ഈ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന് ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യനും ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് നോക്കണം. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ക്ലാസ്സിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലില്ല, ഇല്ലുസ്ട്രേഷൻ ഇല്ല എന്ന് പറഞ്ഞ് ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഒരു കാര്യത്തിൽ ഇറസ്പോൺസിബിളാണ്. ആ ഒരു കാര്യത്തിൽ അവർ പലതും അങ്ങനെ കൊടുത്തിട്ടില്ലാത്തത് എക്സാമിന് ചോദിക്കുന്നുണ്ട്. സോ ടെക്സ്റ്റ് ബുക്ക് മാത്രം റിഫർ ചെയ്തുകൊണ്ട് നിൽക്കാണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും പഠിച്ചേ പോവാം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയേ പോവാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്റ്റഡി സെഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ ഓരോ ചാപ്റ്ററിൻ്റെയും ഞാൻ പറയും. റെക്ടിഫിക്കേഷൻ എന്ന ചാപ്റ്റർ തീർക്കുമ്പോൾ അതിൻ്റെ എല്ലാ പ്രീവിയസ് ഇയറും നമ്മൾ പറയുന്നുണ്ട്. BRS തീർക്കുമ്പോൾ പ്രീവിയസ് ഇയർ ഫുള്ള് പറയുന്നുണ്ട്. ആ രീതിക്കാണ് ക്ലാസ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ നിന്നെങ്കിലും ചെയ്യാനുണ്ടാവണം. അതാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 7 മാർക്ക് മിനിമം നിങ്ങൾക്ക് കിട്ടും. മിനിമം അല്ല, മാക്സിമം 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഉണ്ടാവും. അത് ഷുവറാണ്. അപ്പോൾ ആ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് എളുപ്പമാണ്, മെത്തേഡ്സ് എളുപ്പമാണ്. അത് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഒരു 1.5 hour ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഈ ചാപ്റ്റർ തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. നല്ല ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അടുത്തത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. മെയിൻ ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മെയിൻ ആണ്. കാരണം 13 മാർക്കിന് ആദ്യം വന്നു, പിന്നെ 19. അപ്പം 19 മാർക്ക് ഷോർട്ട് കിട്ടുന്ന ഒരു ചാപ്റ്ററാണ് ശരിക്കും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. പഠിക്കാൻ പാടാണെന്നൊക്കെ പറയും. കാരണം 6 to 7 സ്റ്റാൻഡേർഡ്സ് അതിനകത്തുണ്ട്. ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലും പ്രൊവിഷൻ പറയുന്നുണ്ട്, പ്രോബ്ലം പറയുന്നുണ്ട്. ചിലപ്പോൾ തിയറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ പ്രോബ്ലം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അത് അറിയില്ല എന്നല്ലെങ്കിൽ അത് പാടാണ്, അത് ലെങ്തി ആണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കി കളഞ്ഞാൽ നിങ്ങളുടെ 19 മാർക്സാണ് അങ്ങ് പോകുന്നത്. അത് മനസ്സിലാക്കുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 ഉണ്ട്, 7 ഉണ്ട്, അത് പഠിക്കാൻ പാടാണ് എന്ന് കരുതി നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ, മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ 19 മാർക്കാണ് അവിടെ പോകുന്നത്. അപ്പോൾ അത് എളുപ്പമാണ്. ശരിക്കും അത് പഠിക്കേണ്ട രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എളുപ്പമാണ്. അത് ആ പഠിക്കേണ്ട രീതിക്ക് പഠിക്കണം. അതായത് ആദ്യം പ്രൊവിഷൻ എഴുതി പഠിക്കണം, പ്രൊവിഷൻ എന്താണെന്ന് മനസ്സിലാക്കണം, എന്നിട്ടേ ക്വസ്റ്റ്യൻസിലേക്ക് പോകാവൂ. അല്ലാണ്ട് ആദ്യമേ ക്വസ്റ്റ്യൻ എടുത്ത് വായിക്കരുത്, നമുക്കൊന്നും മനസ്സിലാവില്ല. ആദ്യം പ്രൊവിഷൻ കാര്യം പഠിക്കുക, എന്നിട്ട് പ്രാക്ടിക്കലി ആപ്ലിക്കേഷൻ കൊണ്ടുവന്നാൽ ഉറപ്പാണ് നല്ല എളുപ്പമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. 19 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. നിങ്ങൾ ഇപ്പോൾ തന്നെ നോക്കി നോക്കുക. അതായത് ഇവിടെ 15 മാർക്കായി, അടുത്ത് ഇവിടെ 19 ആയി. അപ്പോൾ തന്നെ അറൗണ്ട് എന്തായി, 30 to 35 മാർക്കായില്ലേ. ഇവിടെ 7 ആയി. അപ്പോൾ എന്തായി, 40 to 42 മാർക്സ് ആയില്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ 3 ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ അത്രയും മാർക്ക് നമുക്ക് വന്നു. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ബ്രാഞ്ച് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുമിച്ചാണ് ടെക്സ്റ്റ് കൊടുത്തേക്കുന്നതെങ്കിലും യൂഷ്വലി ചോദിക്കുന്നത് ബ്രാഞ്ചാണ്. അതായത് ആദ്യത്തെ അറ്റംപ്റ്റിൽ ഈ ചാപ്റ്ററിനെ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത 3 അറ്റംപ്റ്റിലും 7 മാർക്കിന് വീതം ചോദിച്ചിട്ടുണ്ട്. അതിൽ ചോദിച്ച 3 ബ്രാഞ്ച് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ഭാഗ്യക്കേടിന് ചിലപ്പോൾ ഈ തവണ ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കും. ആൻഡ് ഓൾസോ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര എളുപ്പമാണ്. ഒരു 45 മിനിറ്റ്സ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. സോ അതുകൊണ്ട് ബ്രാഞ്ച് കുറച്ചും കൂടി ലെങ്തിയാണ്. ബ്രാഞ്ച് ഒരു 1.5 മണിക്കൂർ, 2 മണിക്കൂറെങ്കിലും മിനിമം ഉണ്ടെങ്കിലേ ബ്രാഞ്ച് അക്കൗണ്ട്സ് തീരത്തുള്ളൂ. ലെങ്തിയാണ്, അതുകൊണ്ട് അത് ഇത്രയും ട്രിക്കിയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ അറ്റംപ്റ്റിലും അത് ചോദിക്കുന്നത്. പക്ഷേ കൺസെപ്റ്റ് പഠിച്ച് പ്രീവിയസ് ഇയർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഷുവർ ആണടാ നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്കിപ്പ് ചെയ്യണം. ഡിപ്പാർട്ട്മെൻറ്റ് പഠിക്കും, കാരണം അത് എളുപ്പമാണ്. അപ്പോൾ ബ്രാഞ്ച് ഒരു 45 മിനിറ്റ് ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു 45 മിനിറ്റ് ചുമ്മാ ക്വസ്റ്റ്യൻ എടുത്ത് വായിച്ചു നോക്കിയാലും പിടികിട്ടും. അത്ര എളുപ്പമാണ്. അത് പഠിച്ചു വെക്കുക. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റാണ്ടായി പോകരുത്. ഓക്കെ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അതങ്ങനെ വേണം കൊടുക്കാൻ. ബ്രാഞ്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ്ലി എത്ര ചെയ്യുന്നു അത്രത്തോളം നിങ്ങളല്ല എക്സ്പേർട്ടാണ്. കാരണം ബ്രാഞ്ച് എപ്പോഴും ട്രിക്കിയാണ്. കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, ക്ലിയർ ആവില്ല. എന്നാൽ നോർമൽ ക്വസ്റ്റ്യൻസുമാണ് വരണത്. പക്ഷെ നമുക്ക് വായിക്കുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നും. ശരിക്കും കൺസെപ്റ്റ് അറിയാണ്ട് പഠിച്ചാലാണ് ആ പ്രശ്നം വരിക. മനസ്സിലാക്കി പഠിച്ചു നോക്കുക. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഷുവറാണ്. അതിൻ്റെ പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്ത് നോക്കുക. ബ്രാഞ്ച് അക്കൗണ്ട്സ് പഠിച്ചാൽ നിങ്ങൾക്ക് 7 മാർക്ക് ഷോർട്ട് കിട്ടും. ഇപ്പോൾ തന്നെ എത്ര മാർക്കായിടാ, 50 മാർക്സിന് അടുപ്പിച്ചായി. അതുപോലെ തന്നെ ഹയർ പർച്ചേസ് ആദ്യം ഒരു 3 മാർക്ക്, പിന്നെ ഉണ്ടായിരുന്നില്ല, പിന്നെ 7 ആണ് ഉണ്ടായിരുന്നത്. സോ നമുക്ക് ഷുവർ എന്ന് പറയാൻ പറ്റില്ല. അതായത് വരും, പക്ഷെ അത് എത്ര മാർക്കിനെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും 7 മാർക്ക് ഞാൻ അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ആവറേജ് 4 to 5 കൂട്ടിയാലും മതി. ഞാൻ 7 മാർക്ക് കൊടുത്തതാണ്. ഓക്കെ. അപ്പോൾ ഹയർ പർച്ചേസ് കുറച്ച് ട്രിക്കിയാണ്. നമ്മൾ പറയുന്ന പോലെ അല്ല,
കാരണം ടെക്സ്റ്റിലുള്ള പോലെയോ അല്ലെങ്കിൽ ടെക്സ്റ്റിലൊരു ക്വസ്റ്റ്യൻ കൊടുക്കും, അവർ എക്സാമിന് വേറെ എവിടെ നിന്നോ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിടും, ആ രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വന്ന ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ്ലി വരും, ഭാഗ്യമില്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു പുതിയ ക്വസ്റ്റ്യൻ കൊണ്ടിടും. സോ അതുകൊണ്ട് ഹയർ പർച്ചേസ് പാടെന്നല്ല ഞാൻ പറഞ്ഞത്, ഹയർ പർച്ചേസ് എളുപ്പമാണ്, കൺസെപ്റ്റ് വൈസ് അത് എളുപ്പമാണ്, ക്വസ്റ്റ്യൻ വൈസും എളുപ്പമാണ്. പക്ഷേ അവർ ചോദിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ പ്രീവിയസ് ഇയറോടെ ചെയ്ത് നോക്കി ഓക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയി. പിന്നെ ക്വസ്റ്റ്യൻ എങ്ങനെയോ വരട്ടെ, നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. ആ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്കൊരു 7 മാർക്സ് കിട്ടും, പോട്ടെ ഒരു 5 മാർക്ക് കൂട്ടുക, അപ്പോൾ തന്നെ 55 മാർക്കായി. അടുത്ത നോക്കിക്കുക, ഫിനാൻഷ്യൽസ് 3 കൊടുക്കുന്നത്, സോൾ പ്രൊപ്പറേറ്റർ, NPO, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, അങ്ങനെ 3 സിംഗിൾ എൻട്രി, അങ്ങനെ 3 കൊടുക്കുന്നതെങ്കിലും സോൾ പ്രൊപ്പറേറ്ററിൽ നിന്ന് യൂഷ്വലി ചോദിക്കാറില്ല. പിന്നെ MCQലും അങ്ങനെയൊക്കെ ആയിട്ട് ആവറേജ് ഒരു 5 മാർക്ക്, വലിയ പ്രിഫറൻസ് കൊടുക്കേണ്ട. അതായത് ഫൈനൽ അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റും വരയ്ക്കാനാണ് ഏതൊരു അക്കൗണ്ട്സ് പഠിക്കുന്ന ആളും ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് P&L വരയ്ക്കാനും ബാലൻസ് ഷീറ്റ് വരയ്ക്കാനും. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അതിന് വലിയ പ്രിഫറൻസ് ഇല്ലെങ്കിലും എന്താണ്, ഫൈനൽ അക്കൗണ്ട്സ് ചോദിച്ചിട്ടില്ല എന്നല്ലടാ, ഏതോ ഒരു അറ്റംപ്റ്റിൽ ഫൈനൽ അക്കൗണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ജൂൺ 2020 ഏതോ ഒരു അറ്റംപ്റ്റിൽ ഐ തിങ്ക് അത് സിലബസ് മാറിയതിന് മുമ്പാണോ എന്നറിയില്ല, ഏതോ ഒരു അറ്റംപ്റ്റിൽ ഫൈനൽ അക്കൗണ്ട്സ് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. സോ അത് തീർത്തും ഒഴിവാക്കേണ്ട ചാപ്റ്റർ എന്നല്ല, ബേസിക്കാണത്. ഫൈനൽ അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റും ബേസിക്കാണ്, ഏത് അക്കൗണ്ട്സ് പഠിക്കുന്ന ആളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കും, എങ്ങനെയാണ് P&L, എങ്ങനെയാണ് ബാലൻസ് ഷീറ്റൊക്കെ വരയ്ക്കേണ്ടതെന്നൊക്കെ ഞാൻ എടുക്കുന്ന സെഷനിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അല്ലാതെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വലിയ പ്രിഫറൻസോ അല്ലെങ്കിൽ വലിയ പ്രയോറിറ്റി കൊടുക്കേണ്ട ചാപ്റ്റർ അല്ല. പക്ഷേ അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ ഇത് മെയിനാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അക്കൗണ്ട്സ്, അതായത് ഫൈനൽ അക്കൗണ്ട്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ വലിയ പ്രിഫറൻസ് കൊടുക്കണ്ട, ബാക്കി ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ല ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചിട്ടേ പോകാം, കാരണം അറിഞ്ഞിരിക്കണം, ഈ ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. എക്സാമിന് വേണ്ടിയല്ല, നോർമലി അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വയ്ക്കണ ബെറ്റർ ആയിരിക്കും. അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക, അതിന് വേണ്ടി വീണ്ടും കുറേ സമയമൊന്നും കൊടുക്കണ്ട, കാരണം എക്സാമിന് വലിയ പ്രയോറിറ്റി ഇല്ല. പിന്നെ NPO പറയുകയാണെങ്കിൽ NPOന്ന് ഒരു അറ്റംപ്റ്റ് പോലും വലിയ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ അറ്റംപ്റ്റ് വരില്ല എന്നല്ല, വലിയ പ്രയോറിറ്റി കൊടുക്കണ്ട. പ്രയോറിറ്റി കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് ഉണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞ കുറേ എണ്ണം, അതൊക്കെ കൊടുത്തതിന് ശേഷം മാത്രം ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ മതി. എന്നാൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് നോക്കിക്കേ, 15, 14, 14, 14. സോ ഷുവർ ഷോട്ടാണ് 14 മാർക്ക് ചോദിക്കും. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ 55-ലെത്തി, വീണ്ടും ഒരു 15 ആയി. ഇപ്പോൾ 60, 70 മാർക്സോളം 70 മാർക്സോളം ആയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എല്ലാ അറ്റംപ്റ്റിലും പറഞ്ഞതാണ്. അത് എളുപ്പമാണ്, പലരും പാടെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യുന്നതാണ്, പക്ഷേ എളുപ്പമാണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കും. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 14 മാർക്ക് ഷുവറായിട്ട് കിട്ടും. ഇപ്പോൾ തന്നെ നമ്മൾ അറൗണ്ട് ഒരു 55 to 60 എത്തിയിട്ടുണ്ട്. 65 to 70 മാർക്സിൽ ടോട്ടൽ എത്തിയിട്ടുണ്ട്. പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബേസിക് ചാപ്റ്ററാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. ജേണൽ എൻട്രി ആണ് അതിൻ്റെ കണ്ടൻറ്റ്, അതിൽ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അതായത് ആദ്യം വന്നിട്ടില്ല, പിന്നെ വന്നു, പിന്നെ വന്നില്ല, പിന്നെ വന്നു, സോ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 7 മാർക്കിന് ചോദിക്കും. ആൻഡ് ഓൾസോ ഇതിൽ പറയാനുള്ളൊരു കാര്യം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് മെയിനായിട്ട് ജേണൽ എൻട്രിയാണ്, അത് വേറെ ഒന്നുമില്ല, ജേണൽ എൻട്രി. ക്വസ്റ്റ്യൻ വന്നാലും ജേണൽ എൻട്രി എഴുതാനേ പറയും. അപ്പോൾ കൺസെപ്റ്റ് അറിയുന്നവർ വലിയ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കൺസെപ്റ്റ് അറിയാം, ഈ ബില്ല് ഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെ, ബില്ല് ഡിസോണർ ആകുമ്പോൾ എങ്ങനെ, ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെ, ബില്ല് റിട്ടയർ ആകുമ്പോൾ എങ്ങനെ എന്നുള്ളത് കറക്റ്റ് അറിയുന്നൊരു വ്യക്തിയാണെങ്കിൽ അവർക്കിതിലൊരു ടെൻഷനും വേണ്ട, സുഖമായിട്ട് എഴുതാൻ പറ്റും. ബില്ല് എൻഡോസ് ചെയ്താൽ എങ്ങനെ എന്നൊക്കെ ഉള്ളത് അവർക്ക് സുഖമായിട്ട് ഇതിൽ എഴുതാൻ പറ്റും. അത് അറിയണം എങ്ങനെയാണ് കൺസെപ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാം കൂടി എല്ലാ ചാപ്റ്ററും നോക്കിയിട്ട് കാര്യമില്ല, പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ബില്ലിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അത് വരട്ടെ വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. ആ രീതിക്ക് വേണം എപ്പോഴും പഠിച്ചു വെക്കാൻ. സോ അതുകൊണ്ട് ഞാൻ പറയും, ബിൽ ഓഫ് എക്സ്ചേഞ്ച് നിങ്ങൾ നോക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാതിരിക്കാൻ പറ്റരുത്. പിന്നെ കൺസൈൻമെൻറ്റ്, അത് യൂഷ്വലി ഇങ്ങനെ ചോദിക്കാറില്ല, ഒരു അറ്റംപ്റ്റിലേ ചോദിച്ചിട്ടുള്ളൂ, കൂടുതൽ MCQയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ MCQയിൽ ചോദിക്കുമ്പോഴും എഴുതാൻ അറിയണം എന്നുണ്ടെങ്കിൽ കൺസെപ്റ്റ് അറിഞ്ഞേ പറ്റും. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ചാപ്റ്റേഴ്സാണ് ഒന്ന് ഈ അക്കൗണ്ടിങ് ഫണ്ടമെൻ്റൽ, പിന്നെ അതുപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, പിന്നെ അതുപോലെ എന്താണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, പിന്നെ ഈ പറഞ്ഞ ഇൻഷുറൻസ്, പിന്നെ അതുപോലെ ബ്രാഞ്ച്, പിന്നെ അതുപോലെ ഹയർ പർച്ചേസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ബിൽ ഓഫ് എക്സ്ചേഞ്ചും കൺസൈൻമെൻറ്റും, പിന്നെ സമയമുണ്ടെങ്കിൽ ഇത് രണ്ടും നോക്കുക. ഇതിത്രയാണ് ഞാൻ ചൂസ് ചെയ്ത 85%. ഞാൻ ക്ലാസ് എടുക്കുന്നതും ഈ രീതിക്ക് തന്നെയാണ്. അക്കൗണ്ടിങ് ഫണ്ടമെൻ്റൽസാണ് ആദ്യം ഞാൻ അവർക്ക് തീർക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ പോകുന്നത് ഈ പറഞ്ഞ ഇതിലേക്കാണ്, ഏതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലേക്കാണ് പോകുന്നത്. കാരണം അവർക്കത് ക്ലിയർ ആവണം. അതായത് മെയിൻ ചാപ്റ്റേഴ്സ് എല്ലാം നമുക്കൊരു എക്സൈറ്റ്മെൻറ്റും ഒരു ഡെഡിക്കേഷനൊക്കെ കാണും. ആ സമയത്ത് മാക്സിമം പഠിച്ചതാണ്.
അപ്പോൾ അതുകൊണ്ട് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ തീർക്കാം. ഇത് ഒരു തവണ വായിച്ച് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റിപ്പീറ്റഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ടൈം അലോട്ട് ചെയ്ത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തു, ഓക്കെ ഞാൻ ഈ ചാപ്റ്റർ തീർത്തു, ഇനി പ്രശ്നമില്ല, ഇതിന് എന്ത് വന്നാലും എഴുതാം. പക്ഷേ നമ്മൾ റിപ്പീറ്റഡായിട്ട് പഠിച്ച് മനസ്സിലത് കറക്റ്റ് അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ ഈ ഒരു CMA ഇൻ്ററിൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. ഞാൻ ഒരു 85% ചൂസ് ചെയ്തു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അക്കൗണ്ടിങ് ഫണ്ടമെൻ്റൽ 15 മാർക്ക് വെയിറ്റേജ് ഉണ്ട്, ഇൻഷുറൻസ് 7 മാർക്ക് ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 19 മാർക്ക് ഉണ്ട്, ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ബ്രാഞ്ചോ ഡിപ്പാർട്ട്മെൻറ്റ് സ്കിപ്പ് ചെയ്ത് പഠിച്ച് വെക്കുക. ബ്രാഞ്ച് ആണെങ്കിൽ 7 മാർക്ക് ഉണ്ട്. ഹയർ പർച്ചേസിന് നമുക്ക് 7 മാർക്ക്, ഒരു 5 മാർക്ക് മിനിമം എക്സ്പെക്ട് ചെയ്യാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിന് 14 മാർക്ക് ഷോർട്ടാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് വന്നു കഴിഞ്ഞാൽ 7 മാർക്ക്. കൺസൈൻമെൻറ്റ് MCQ മോസ്റ്റ്ലി ചോദിക്കും. സോ ഇത്രയാണ് ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയും, ഇതിൽ നിന്ന് നിങ്ങളിനി ഒന്നും സ്കിപ്പ് ചെയ്യരുത്. സോൾ പ്രൊപ്പറേറ്റർ ആയിക്കോട്ടെ MQ ആയിക്കോട്ടെ സ്കിപ്പ് ചെയ്യരുത്. കാരണം MCQ വരും. വലിയ ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് MCQ കാണാം. MCQ നമുക്ക് 15 MCQ ഉണ്ട്, 2 മാർക്കിൻ്റെ 15 MCQ ഉണ്ട്. ഒരു ചാപ്റ്ററും വിടില്ല, എല്ലാ ചാപ്റ്ററിനും അവർ ഓരോന്നിടും. അപ്പോൾ ഞാൻ ഇതിൽ സ്കിപ്പ് ചെയ്തേക്കുന്ന ചാപ്റ്റർ പാർട്ട്ണർഷിപ്പ്, ലീസ് അക്കൗണ്ടിങ്, ജോയിൻറ്റ് വെഞ്ചർ മാത്രമാണ്. ബാക്കിയെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കാം. ഞാൻ ഈ കൊടുത്ത പ്രയോറിറ്റി നമ്പറിങ് ഉണ്ടല്ലോ, ഈ നമ്പറിങ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഇതിനകത്ത് നിന്ന് പോട്ടെ കൺസൈൻമെൻറ്റ് വന്നിട്ടില്ലല്ലോ ചെയ്യരുത്. എല്ലാം കഴിഞ്ഞ് എല്ലാ ചാപ്റ്ററും കഴിഞ്ഞ് കൺസൈൻമെൻറ്റ് നോക്കണം. അതുപോലെ സോൾ പ്രൊപ്പറേറ്റർ വലിയ പ്രയോറിറ്റി ഇല്ലെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞ് വിൽക്കരുത്. NBO ഒന്നും ഇതുവരെയും ചോദിച്ചിട്ടില്ല, അപ്പോൾ ഇനി ചോദിക്കില്ല എന്ന് പറഞ്ഞ് വിടരുത്. അത് MCQയിൽ വരും. വലുതിൽ വന്നില്ലെങ്കിൽ MCQയിൽ വരും. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യക്കേടിന് വലുതിലും വരാം. സോ അതുകൊണ്ട് പ്രയോറിറ്റി കൊടുത്ത് ചാപ്റ്ററിന് പഠിക്കാം, നമ്പറിങ് ചെയ്യാം. ആദ്യത്തേത് അക്കൗണ്ടിങ് ഫണ്ടമെൻ്റൽ പഠിക്കാം, പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പഠിക്കാം, പിന്നെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് പഠിക്കാം, ഇൻഷുറൻസ് പഠിക്കാം, ഹയർ പർച്ചേസ് പഠിക്കാം, ബ്രാഞ്ച് പഠിക്കാം, ഡിപ്പാർട്ട്മെൻറ്റ് പഠിക്കാം. അങ്ങനെ നിങ്ങൾ തന്നെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ, ഇപ്പോൾ ഞാൻ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങൾ അതിൻ്റെ രീതിക്ക് മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള വേയിൽ പ്രയോറിറ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, എഫക്റ്റീവ് ആയിരിക്കും. കാരണം ഇതിൽ നിങ്ങൾക്ക് ഓരോ അറ്റംപ്റ്റിലെയും മാർക്ക് വരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആവാൻ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എങ്ങനെയാണ് എല്ലാം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് പഠിക്കുക പ്ലസ് ഈ 4 അറ്റംപ്റ്റിലെ പ്രീവിയസ് ഇയറൂടെ പഠിച്ചാൽ എല്ലാം ഓക്കെയാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഈ അക്കൗണ്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഓൾറെഡി ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ വലിയ ഐഡിയ ഇല്ല, അല്ലെങ്കിൽ ക്ലാസ് ഇതുവരെ എടുത്തിട്ടില്ല, ഫ്രഷായിട്ട് എഴുതാൻ പോകുന്ന ആൾക്കാർ, അങ്ങനെ പല കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അക്കൗണ്ട്സിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ തവണത്തെ ക്ലാസ്സിലും നമ്മൾ പ്രീവിയസ് ഇയർ എല്ലാം പറയും, നോട്ടിലും നമ്മളതെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. സോ അങ്ങനെ ക്ലാസ്, നോട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്കൗണ്ട്സ് വേണം എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അത് തരാം. ഇതിനൊരു ചെറിയ ഫീ ഞാൻ ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെർ സബ്ജക്റ്റ് ആണെങ്കിൽ ഒരു ഫീ ഉണ്ട്, അല്ല ഗ്രൂപ്പ് വൈസ് നിങ്ങൾക്ക് ഗ്രൂപ്പ് വൈസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചാർജ് ചെയ്യുന്നുണ്ട്, ബോത്ത് ഗ്രൂപ്പിനാണെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പോൾ ചെറിയ ഫീ ഞാൻ ചാർജ് ചെയ്യുന്നുണ്ട്, കാരണം ഇത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. ഡെയിലി ഒരു 3 to 4 hours ഇരുന്നാലേ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആ നോട്ട് പിന്നെ റെക്കോർഡ് ചെയ്യാനായിട്ട് വീണ്ടും ഒരു 4 hours ഇരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഡെയിലി ഞാനൊരു 8, 10, 12 മണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഡെയിലി, ഈ ഒരു ക്ലാസ്, നോട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത്, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി, ക്വസ്റ്റ്യൻ എഴുതി, ആൻസർ എഴുതി ചെയ്ത് നോക്കി, ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10, 12, 15 മണിക്കൂർ അടുപ്പിച്ച് ഞാൻ ഒരു ദിവസം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉറക്കമൊക്കെ ഞാൻ 4 hours കുറച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്കിതുകൊണ്ട് ഒരാൾക്ക് യൂസ് ആവട്ടെ വെച്ചിട്ടാണ് ഇത്രയും എഫേർട്ട് ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ആയാലും ക്ലാസ് ആയാലും പ്രീവിയസ് ഇയർ ആയാലും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന സെഷൻ വേണം എന്നുണ്ടെങ്കിൽ, അതിപ്പോൾ പെർ സബ്ജക്റ്റ് ആയാലും ഗ്രൂപ്പ് വൈസ് ആയാലും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസും ഫീ സ്ട്രക്ചറിങ്ങും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ട്രസ്റ്റ് മീ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഉറപ്പാണ്, നിങ്ങൾ ഉറപ്പായിട്ട് പാസ്സാവും, അത് ഉറപ്പാണ്. February 11th വരെ എക്സാം എഴുതിയിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് കാണും, റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ കാണും, എന്താവും എന്നറിയില്ല, ഹോപ്പുള്ളവർ കാണും, പകുതി നിൽക്കുന്നവർ കാണും, ഒരു ഹോപ്പും ഇല്ലാത്തവർ കാണും. സോ ഒരു ഹോപ്പും ഇല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടൈം കളയാണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ ബാക്കി 2 കാറ്റഗറിയോടും എനിക്ക് പറയാനുള്ളത്, പഠിക്കാൻ തന്നെയാണ്, എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു 5-6 ദിവസമേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കിയിട്ട് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്ന് നോക്കി ഡിസൈഡ് ചെയ്യാം. അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് ഒരു 85% ക്ലാസ് ഞാൻ കൊടുക്കുന്നുണ്ട്.
അതിൽ പിന്നെ ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി എന്ത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. കാരണം ഒരു ചെറിയ ഫീ ഉണ്ട്. അപ്പോൾ ചിലർക്ക് ഫീസ് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ പിന്നെ മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫീന് ചെറിയ ഫീ ആണ് പെർ സബ്ജക്റ്റ് ചാർജ് ചെയ്യുന്നത്, അല്ല ഗ്രൂപ്പ് വൈസിന് ഒരു ചാർജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യും. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടും ഞാൻ തരും, ക്വസ്റ്റ്യൻസ് ഞാൻ തരും. ഞാൻ തരുന്ന ആ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ച്, ഞാൻ തരുന്ന പ്രീവിയസ് ഇയർ മാത്രം പഠിച്ചാൽ മതി. കാരണം ഈ ടെക്സ്റ്റിൽ എല്ലാ ഇല്ലുസ്ട്രേഷനും ഞാൻ എടുക്കുന്നുണ്ട്, എല്ലാ പ്രീവിയസ് ഇയർ എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര MTP വേണോ ചെയ്ത് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ അറ്റംപ്റ്റിൻ്റെ MTP ലാസ്റ്റ് ടൈമിൽ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ടെസ്റ്റ് പേപ്പേഴ്സ് ഞാൻ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയാനുള്ളത്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് എഫക്റ്റീവ് ആവും. എനിക്ക് ഷുവറാണ്, നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്യുക. കാരണം ഞാൻ പറയുന്നത് സത്യമാണ്. നിങ്ങൾ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന് കൊടുക്കുന്ന ആ ഒരു ഡെഡിക്കേഷൻ നാളെയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും. നിങ്ങൾക്കതൊരു ആദ്യമേ ഒരു 1 വീക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്താലും പിന്നെയുള്ള നിങ്ങളുടെ ഡെയിലി ഒരു സ്കെഡ്യൂളിൻ്റെ പാർട്ടായിട്ട് മാറും. സോ നിങ്ങൾക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ട് അതിൽ ഫീൽ ചെയ്യില്ലടാ. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക, എല്ലാവരും ഇത് പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഈ 85% എടുത്തത്. ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 100% പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സെഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസിൻ്റെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെ ആയിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്തടുത്ത ടോപ്പിക്സിലേക്ക് വരും. ഒരു സ്കെഡ്യൂൾ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയാണ് ഞാൻ ഓരോ സബ്ജക്റ്റിനും ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നന്നായിട്ട് ഈ വീഡിയോ ഫുള്ള് കണ്ട്, ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് ഈ പറഞ്ഞ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും ആ ഒരു എന്താണെന്നുള്ളത് ഇപ്പോഴേ ഡിസിഷൻ എടുക്കുക. അല്ലെങ്കിൽ അതിന് സമയമുണ്ടല്ലോ എന്ന് വെച്ചാൽ നീട്ടി വെക്കരുത്. ഇപ്പം നമ്മൾ എടുക്കുന്ന ഡിസിഷനിൽ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്താൽ റിസൾട്ടിന് അതിനനുസരിച്ചിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ടൊക്കെ തരിക. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനിയുള്ള ബാക്കി 7 സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണാൻ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. റിസൾട്ടൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.